2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. പോത്താനിക്കാട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനവും കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 5ാം ഘട്ടവും ചർമ്മ മുഴരോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ട സംസ്ഥാനതല ഉദ്ഘാടനവും നടന്നു. മന്ത്രി ജെ ജിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ജി സജികുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് തല പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടനും മുഖ്യപ്രഭാഷണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീറും കരാറുകാരനുള്ള ഉപഹാരം മുൻ MLA എൽദോ ഇബ്രാഹിമും നിർവഹിച്ചു. തുടർന്ന് മൃഗങ്ങളുടെ ആനുകാലിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് ആനിമൽ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ TR ഷേർലി നേതൃത്വം നൽകി. മൃഗചികിത്സാ സേവനവും മൃഗാരോഗ്യവും എന്ന പദ്ധതിയിൽ 2022 പോത്താനിക്കാട് വെറ്ററിനറി ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി, പഞ്ചായത്ത് അംഗങ്ങളായ സുമാദാസ്, ജോസ് വർഗീസ്, NM ജോസഫ്, ബിസ്നി ജിജോ, ടോമി എലിയാസ്, ടോളി സജി, വിൽസൺ ഇലിക്കൽ, സാബു മാധവൻ, ജിനു മാത്യു, മേരി തോമസ്, ഫിജിന അലി, സാലി ഐപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.